ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പൊ 2026 ജനുവരി 9 പൊങ്കൽ റിലീസ് ആയിട്ടുള്ള പുതിയ ചലച്ചിത്രമാണ് ജനനായകൻ. തളപതി വിജയ് പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം എച്ച് വിനോദാണ് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, റോക്ക് സ്റ്റാർ അനിരുദ്ധ്. അപ്പോൾ അതിന്റെ സെക്കൻഡ് സിംഗിളിന്റെ പ്രോമോ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഫുൾ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാട്ടിന്റെ പേര് ഒരു പേരെ വരലാറ്. അപ്പോ ലിറിക്സ് ചെയ്തിരിക്കുന്ന വിവേകാണ്. അപ്പൊ ആ പാട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് പടമാണ്. എന്താവോ എന്തോ കണ്ടറിയാം. മാ ഗൈസ്, എന്നെങ്കിൽ കുടിയേർക്കും ഇതിലുമുണ്ട് അനിരുദ്ധ് മ്യൂസിക്കൽ ഡയറക്ടർ എച്ച് ദീപൊക്കെ പറക്കുന്നുണ്ട്. എവിടെ തളപതി എവിടെ? കൊടിയൊക്കെ ഉണ്ട്, ടി വിക്ക് എന്തി. തളപതി ജനനായകൻ. പാർട്ടി പാട്ട് തന്നെ. ഓ, പഴയ പടത്തിന്റെ റെഫറൻസ് ഒക്കെ ഒരുപാടുണ്ട്. ഈ വിവേക് എവിടെ നിന്നാണ് ഇത്രമാത്രം വിജയ്ക്ക് മാത്രം ഇത്ര ലിറിക്സ് ചെയ്തതാണ്. ടി വി കേലി ഉങ്ക വിജയ്, വിജയുടെ ബീസ്റ്റിലെ പാട്ട്, അങ്ങനെ മൊത്തം വിജയുടെ ഇപ്പോൾ ഏറെക്കുറെ എല്ലാ വലിയ നല്ല പാട്ടുകളും ഈ ലിറിക്സ് വരുന്ന പാട്ടുകളൊക്കെ വിവേകാണ് ലിറിക്സ് ചെയ്യുന്നത്. വിജയ്ക്ക് മാത്രം ഇങ്ങനെ ഇത്ര ലിറിക്സ് ചെയ്തു. വിജയ് ഫാൻ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഇതിന് തന്നെ കിട്ടില്ല ലിറിക്സുകളൊക്കെയാണ് വരുന്നത്. ഇത് പാർട്ടി സോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അലൈവ. ഓ, പൊളിക്കും കേട്ടാ. അങ്ങനെ കത്തിക്കുന്നുണ്ട്. ഓ, വിജയം നടന്നു വരണ്ടേ. ഡാൻസ് ഉണ്ട്, ഡാൻസ്. പിന്നെ അല്ല, തളപ്പതി. ഓ, സ്റ്റെപ്പാണ് ഈ വയസ്സിന് ഗ്രീസ് ആയിട്ട് കളിക്കുന്നത്. കണ്ട ഈ വയസ്സിലും 50-51 വയസ്സിൽ ആ ഒരു സിമ്പിൾ ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ഡാൻസ് ഒക്കെ അങ്ങനെ കഴിഞ്ഞ ആള് തളപതി. ആ ഡാൻസ്, സിമ്പിൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാണ്. ഓ, തട്ടോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് രാത്രി പടം എന്താവോ ടെൻഷനായിട്ട് ഞാനിരുത്തി. നിങ്ങളുടെ പിന്നെ വിശാൽ വിശ്വ അനിരുദ്ധ. ഇതില്ല ലിറിക്സ് കേട്ടാ. ഓ, എല്ലാം ഉണ്ട്. പിള്ളേരുണ്ട്, വലിയ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടാ. മൊത്തത്തില് പാട്ട് മൊത്തം എന്താ പറയാ, എല്ലാ ഇമോഷൻസ് ചേർത്തുണ്ട്. കൊച്ചു പിള്ളേരുണ്ട്, വലിയ ആൾക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. പിന്നെ ലിറിക്സ് ഒക്കെ കിട്ടില്ല. ലിറിക്സ് ഒക്കെ ഒരു പേരെ വരലാറ്. അതായത് ജനനായകൻ, നായകന് വേണ്ടിയിട്ടുള്ള എന്ത് ലിറിക്സ് വേണം അതൊക്കെ കിടിലാട്ട്. വിവേക് കവിതയായിട്ട് എഴുതുന്നു. ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞത്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. പുള്ളി വിജയിക്കുന്ന വരുമ്പോ പിന്നെ അറിയാമല്ലോ, പിടക്കണ സാധനം അനിരുദ്ധ് വന്നോ. ഈടെ ഡാൻസ് ഒന്നില്ല. അതാണ് ഈ പടത്തെ പിറ്റേന്ന് കിട്ടില്ല. ഡാൻസ് ഒക്കെ ഒരുപാടുണ്ടാ. ഗൂസ്ബംസ് കഴിയുന്നു. അനിലത്ത് പിറ്റ് ഡാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടാ.
ഇതാണ് ബസ് സ്റ്റോപ്പ്. ലിറിക്സ് ഒരുപാടുണ്ട് കേട്ടാ. തലപതി അടുത്ത റീൽസിൽ ട്രെൻഡിങ് ആവാൻ നമ്മള് ഡാൻസ് ഇതാണ്. അങ്ങനെ ഒരു സംഭവം തന്നെ സത്യമായിട്ട് ഒരേ പേര് വരലാറ് കമ്പോസ്റ്റ് അതിനൊരു ലഭിച്ചെന്താണ്. അപ്പൊ തളപതിയുടെ പാട്ട് ഒരു പേരെ വരലാറ്. അപ്പോൾ പാടിയിരിക്കുന്നത് വിശാൽ മിശ്രാൻ, അനിരുദ്ധ് രവിചന്ദ്രാണ്. പാട്ടിന് ലിറിക്സ് ചെയ്തിട്ടുള്ളത് വിവേകാണ്. അപ്പോൾ പാട്ട് സത്യം പറയാല കിടിലം പാട്ട്. ഞാനിപ്പോൾ ഓഫീസിലാണ്. അപ്പോൾ എനിക്ക് ഇന്ന് വിജയുടെ പാട്ട് ഇറങ്ങിയോണ്ട് റിയാക്ഷൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കണ്ടേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഓഫീസിൽ കാർ പാർക്കിങ്ങിൽ വെച്ചാണ് വീഡിയോ ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞ് വീഡിയോന് ശേഷമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാ ലിറിക്സാണ് വിവേക് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ലിറിക്സിൽ ഓരോ ലിറിക്സിലും അർത്ഥം ആൻഡ് രോമാഞ്ചം, ഗൂസ് ബംസ് എല്ലാം ഉണ്ട്. കേട്ടപ്പോൾ തന്നെ ഇതെന്തോ വിവേക് കറക്റ്റ് വിജയ് ഫാനാണ്. വിജയ്ക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് ലിറിക്സ് ഒക്കെ. അമ്മാതിരി ലിറിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അനിയുടെ മ്യൂസിക് ആദ്യം തളപതി എന്ന് ടീം മ്യൂസിക് വന്നപ്പോൾ എല്ലാവരും കളിയാക്കി എന്നോട് എപ്പോഴും തളപതി. അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും ഗൂസ് ബംസ് ആണ് അടിക്കുന്നത്. തളപതി തളപതി ആ സെറ്റിങ്ങും ബീജും ആ ബീറ്റും എല്ലാം സൂപ്പറായിരുന്നു. അനി എന്തായാലും എനിക്ക് ഡാം ഷുവറാണ്. അനി പാട്ട് പടത്തിൽ വരുമ്പോൾ ബീജും സ്കോറും എല്ലായിട്ട് ഒരു രക്ഷയില്ലാതെ ചെയ്തു തരും. അതിലെനിക്ക് ഡൗട്ടും സംശയമൊന്നുമില്ല. അനിരുദ്ധ് ചെയ്തു തരും. ആൻഡ് തളപതി ആ ഡാൻസ്, ആ പാട്ടിൽ ഡാൻസ് ഞാൻ എക്സ്പെക്റ്റഡേ അല്ലായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എനിക്ക്. അത് സ്റ്റെപ്പ് ആ ഈ 51-50 വയസ്സിൽ ആ ഗ്രേസ് ആയിട്ട്, ആ എഫേർട്ട്ലെസ് ആയിട്ട്, ആ സിമ്പിളായിട്ട് ആ ഡാൻസ് കളിക്കുക, അത് പുട്ട് ഔട്ട് ചെയ്യുക, അത് എല്ലാവരെയും കാണാൻ എളുപ്പത്തിൽ അത് കാണിക്കുക എന്നുള്ളത് പറയുന്ന ഒരു ചില്ലറ കാര്യമൊന്നുമില്ല. എന്നാ ഡാൻസറാണേ, ചുമ്മാ കളിക്കുകയാണെങ്കിൽ. ആൻഡ് ത്രൂ ഔട്ട് ഡൊമിനേഷൻ ചെയ്യാണ്ട്, ത്രൂ ഔട്ട് ഡൊമിനേഷൻ കിടിലനായിട്ട് ആ സ്ക്രീൻ പ്രസൻസ് ആയാലും കാര്യങ്ങളായാലും ത്രൂ ഔട്ട് ഡൊമിനൻസ് ചെയ്ത് തളപതി നിൽക്കുകയാണ്. ആ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലിറിക്സ് ഒക്കെ എന്ത് ലിറിക്സാണ് വിജയ്ക്ക് വേണ്ടി എഴുതിയ ലിറിക്സ്. അത് കറക്റ്റ് ഇത് കഴിഞ്ഞ് വേണമെങ്കിൽ പാട്ടിലും ഉപയോഗിക്കാം. ആ മാതിരിയുള്ള ലിറിക്സാണ്. ഒരു പേരേ വരലാറ് അഴിയാത്. എനിക്ക് ഭയങ്കര അർത്ഥമുള്ള കിടിലൻ ലിറിക്സ് ഒക്കെയാണ്. ആൻഡ് വിവേക് എപ്പോഴും തളപതിക്ക് ഇത് ഇങ്ങനെ കിടിലൻ മ്യൂസിക്കൊക്കെ കിടിലൻ ലിറിക്സൊക്കെ എഴുതാറുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്, കൂവി വിളിക്കണമെന്നുണ്ട്, തളപതി എന്ന് വിജയ് എന്ന് വിളിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഓഫീസിലാണ്. അപ്പോൾ ഇവിടെ വോളിയമിന് അത്യാവശ്യമൊക്കെ കുറയ്ക്കേണ്ടി വരും. ഒരുപാട് അങ്ങ് വിളിച്ച് പോകാനും പിടിക്കാനൊന്നും പറ്റൂല. കാരണം ഞാൻ ഇന്ത്യയോടും അല്ലല്ലോ, പരിപാടിയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ പരമാവധി എന്താ പറയുക, പിടിച്ചു വെച്ച് സമാധാനമായിട്ടാണ് സംസാരിക്കുന്നത്. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇതൊന്നും അല്ലായിരുന്നെങ്കിൽ ഞാൻ ആടി പുകഞ്ഞെങ്കിൽ നിങ്ങൾ കണ്ടെങ്കിൽ അത്. കാരണം എനിക്ക് പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ടു ബി ഓണസ്റ്റ് തുടക്കം പാട്ട് വന്നപ്പോഴും ഇത് ഇങ്ങനെ ആയിരിക്കുമോ, പാട്ട് ഇങ്ങനെ ആയിരിക്കുമോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കിടിലനായിട്ട് വന്നിട്ടുണ്ട് പാട്ട്. നല്ല രീതിക്ക് വർക്കൗട്ടും ആയിട്ടുണ്ട് പാട്ട്. ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പേരേ വരലാറ്, ആ പേരിൽ തന്നെ ഉണ്ട് വൺ നെയിം വൺ ഹിസ്റ്ററി. അങ്ങനെ ജനുവരി 9, 2026 റിലീസ് ചെയ്യുന്ന ജനനായകൻ തളപതി വിജയ് നായകനാകുന്ന ചിത്രം. പൂജ ഹെഗ്ഡെയാണ് നായികയായി എത്തുന്നത്. മമിത ബൈജുവും കൂടെ എത്തുന്നുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്, ലിറിക്സ് വിവേക്, എച്ച് വിനോദ് സംവിധാനം, കെവിൻ പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡ്യൂസ് എല്ലാം വേറെ ലെവൽ പണ്ണലായിരിക്കും. ഡിസംബർ 27 ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ നടക്കുന്നത്. അതൊരു വലിയ പരിപാടിയായിരിക്കും. ട്രിബ്യൂട്ടൊക്കെ മാറിയ ലെവലായിരിക്കും. കാരണം അനിരുദ്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തളപതിക്ക് ഒരു കിടിലൻ ട്രിബ്യൂട്ട് കൊടുക്കാനായിട്ട് എന്ന പോലെ. അനിരുദ്ധ് അവാർഡ് നൈറ്റിലൊക്കെ പറഞ്ഞു തളപതിയോട് BST ലിയോ മാസ്റ്റർ കത്തിയൊക്കെ ചെയ്തു, ഇനിയും ഒരു പടം ഇപ്പോൾ ചെയ്യുന്നു ജനനായകൻ, വീണ്ടും പടം ചെയ്യാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഭയങ്കര ഇമോഷണലാണെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളും ഭയങ്കര ഇമോഷണലാണ്. കാരണം വിജയ്ക്ക് ഇനി ഒരു പടം വരുമോ, വിജയ് പടം ഇനി ചെയ്യുമോ, വിജയ്ക്ക് ഇനി ഒരു പടം വരുമോ, അല്ലെങ്കിൽ വിജയ് ഇനി ചെയ്യുമോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും
പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നുണ്ട്, ഡാൻസ് ചെയ്യണമെന്നുണ്ട്, പാട്ട് പാടണമെന്നുണ്ട്, സൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. ഞാൻ ഇപ്പോൾ കൺട്രോൾഡബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഓഫീസിലാണ്, ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ചുമ്മാ പോയി വിളിക്കാനോ ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. എനിക്ക് വിളിക്കണമെന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഇങ്ങനെ ആയി പോയി. കാരണം വീട്ടിൽ പോയി ഇനി ചെയ്യാനും നല്ല ടൈം എടുക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ ചെയ്തേ പറ്റൂ. മൊത്തത്തിൽ നിങ്ങൾ പാട്ട് കേട്ട് നോക്ക്. പാട്ട് കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കും, സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഞാൻ ഇനിയും നല്ല വീഡിയോസും മൂവി അപ്ഡേറ്റ്സും കാര്യങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ എനിക്കും ഇത് നല്ല രീതിക്ക് റിയാക്ട് ചെയ്യാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ കൺട്രോളബിളാണ്, എനിക്ക് പറ്റുന്നില്ല. കാരണം കൺട്രോളബിൾ ആണെന്ന് വെച്ചാൽ ഓഫീസിലായതുകൊണ്ട് എനിക്ക് വേറെ വാക്കൊന്നുമില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ്. അപ്പം നല്ല രീതിക്ക് റിയാക്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പാട്ട് പാടും, വിജയം ഡാൻസൊക്കെ കളിച്ചപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ വേറെ വാക്കില്ല ഗൈസ്. അപ്പം അടുത്ത് നല്ല വീഡിയോ കറക്റ്റായിട്ട് സൂപ്പറായിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക, കൂടെ വരിക. ബൈ ബൈ ഗൈസ്, ലവ് യു.